95 മുസ്ലിം മതപ്രീണനത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം ആണ് ഈ പഴയ വഖഫ് ആക്ട് കളഞ്ഞിട്ട് പല്ലും നഖവും ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ ചേർത്തിട്ട് ഈ ആക്ട് കൊണ്ടുവന്നത്. അതുകൂടാതെ 2013 വന്നിട്ട് ഈ ഇവാക്യൂസ് പ്രോപ്പർട്ടീസ് ആക്ട്, അതിൽ ഈ പാകിസ്ഥാനിലോട്ടും ബംഗ്ലാദേശിലോട്ടും പോയ മുസ്ലിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയ വസ്തു അന്ന് വരെ ഇവാക്യൂ പ്രോപ്പർട്ടീസ് ആക്ടിൻ്റെ അടിയിലായിരുന്നു. ഈ വസ്തുക്കൾ വന്നിട്ട് ഇത്രയും ലക്ഷക്കണക്കിന് ഏക്കർ വസ്തു വന്നിട്ട് വഖഫ് ബോർഡിന് കൊടുക്കാൻ വേണ്ടിയിട്ട് 2013 108A കൊണ്ടുവന്നത്. അതായത് ഈ വഖഫ് ആക്ടിന് ഇന്ത്യ മഹാരാജ്യത്തിലുള്ള മറ്റെല്ലാ നിയമത്തിനും എതിരെ ഓവർ റൈഡിങ് കപ്പാസിറ്റി കാണുമെന്ന്. ഇതാണോ നമ്മുടെ ഭരണഘടന വിഭാവന ചെയ്യുന്ന നിയമം? അതായത് ഇവിടെ കോൺഫ്ലിക്റ്റ് വരുന്നത് എന്തുകൊണ്ടാണ്? അതുവരെ 95 വരെ നമ്മുടെ ഈ സെക്യുലർ നിയമങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. 95 കഴിഞ്ഞപ്പോൾ ഈ പണ്ട് നീർക്കോലിയായിരുന്ന ഈ മുസ്ലിം ശരീഅത്തില അതിന് പല്ലും നഖവും കൊടുത്ത സമയത്ത് അത് പോങ്ങി വസ്തു ഏറ്റെടുക്കാൻ തുടങ്ങി. ഈ അതുവരെ ഇവിടുത്തെ സെക്യുലർ നിയമം അനുസരിച്ച് ജീവിച്ചിരുന്ന പാവപ്പെട്ട ഇന്ത്യൻ പൗരന്മാർ അതിന് മുമ്പിൽ കീഴടങ്ങി. ഇതുകൊണ്ടാണ് അതിനെ ഡ്രാക്കോണിയൻ എന്നല്ല വിളിക്കേണ്ടത്, ദ മോസ്റ്റ് ഡ്രാക്കോണിയൻ ലോ എന്ന് വേണം വഖഫ് ആക്ടിനെ വിളിക്കേണ്ടത്. അല്ല, ഒരു കാര്യം കൂടി ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ. മഞ്ജുഷ ചോദിച്ചല്ലോ ഇത് എങ്ങനെയാണ് മുസ്ലിങ്ങളെ സഹായിക്കുന്നതെന്ന് ചോദിച്ചു. ഈ വഖഫ് എന്ന് പറയുന്നത് എന്തിനാണ്? മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ അവിടെ അവശത അനുഭവിക്കുന്ന കമ്മ്യൂണിറ്റികൾക്കിടയിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടുന്നതാണ്. 2006 സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടാണ് പ്രധാനമായിട്ടും മുസ്ലിം വിഭാഗത്തിനിടയിലുള്ള പിന്നോക്കാവസ്ഥയെക്കുറിച്ചിട്ട് ഇന്ത്യയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതേ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നതിനകത്ത് പറയുന്നത് 4.9 ലക്ഷം രജിസ്റ്റേർഡ് ഏക്കർ ലാൻഡ് അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്, വഖഫ് ബോർഡിന്റെ കയ്യിൽ. ഇത് 2006 കണക്കാണ് കേട്ടോ. ഇപ്പോഴാണ് അത് 9 ലക്ഷത്തിന് മുകളിലേക്ക്, ഇപ്പോഴാണ് 9 ലക്ഷത്തിന് മുകളിലേക്ക് പോയിരിക്കുന്നത്. ഈ 4.9 ലക്ഷം ഏക്കർ സ്ഥലം വെച്ചിട്ട് അന്ന് വെറും 163 കോടി രൂപയാണ് പെർ ആനം അത് ജനറേറ്റ് ചെയ്യുന്നത്. അതായത് അവർ പറഞ്ഞിരിക്കുന്നത് വെറും 2.7% റിട്ടേൺ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് തന്നെ പറയുന്നുണ്ട് 12,000 കോടി രൂപ പെർ ആനം മിനിമം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥാനത്താണ് 163 കോടി രൂപ മാത്രം ഇവർ ജനറേറ്റ് ചെയ്യുന്നത്. അതായത് ക്ലിയർ മിസ്മാനേജ്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. അതായത് കൊടിയ അഴിമതിയും അതിനകത്തിരിക്കുന്ന കുറച്ച് ആൾക്കാർ ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നുള്ള തലത്തിലും ഈ പറയുന്ന വഖഫ് പ്രോപ്പർട്ടികളെ പ്രോപ്പറായിട്ട് മിസ്യൂസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇതുവരെയും തീർച്ചയായിട്ടും അതിലേക്കാണ് ഞാൻ പറയുന്നത്. മുസ്ലിം സമുദായത്തിന്റെ അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളിലേക്ക് എത്തേണ്ടുന്ന കാശ് ഇവരുടെ മിസ്മാനേജ്മെന്റും ഇവരുടെ കുറച്ച് പേരുടെ ഞാനും അപ്പനും സുഭദ്രയും അടങ്ങുന്ന ട്രസ്റ്റ് ഇതിനെ നോക്കിക്കോളാം എന്ന് പറയുന്ന ഒരു സാഹചര്യവും കാരണം കൃത്യമായി റവന്യൂ ജനറേറ്റ് ചെയ്യും. നിങ്ങൾ ആ ഡിഫറൻസ് നോക്കണം. 163 കോടി രൂപയും 12,000 കോടി രൂപയും സച്ചാർ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത്. ഇവരിപ്പോഴും സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിനെ വലിയ സംഭവമായിട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു നടക്കുന്നതാണ്. എങ്ങനെയാണ് മുസ്ലിം സമുദായത്തെ ഏത് രീതിയിലാണ് ഈ അമെൻമെന്റ് സഹായിക്കുക എന്നതിന് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് തന്നെയാണ് ഇന്ന് പാർലമെന്റിലും പറഞ്ഞത്. ഈ രീതിയിൽ അതായത് അവശത അനുഭവിക്കുന്ന മുസ്ലിം വിഭാഗങ്ങൾക്ക് ഈ കിട്ടേണ്ട സഹായങ്ങൾ അത് ഈ വഖഫ് ബോർഡിന്റെ നിലവിലെ അഡ്മിനിസ്ട്രേഷൻ പ്രശ്നങ്ങൾ കാരണം തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അവിടെ മിസ്യൂസ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അത് മാറ്റപ്പെടും ഈ ഘടന മാറ്റുന്നതിലൂടെ. അപ്പോൾ 3 കാര്യങ്ങൾ. ഒന്ന്, സെക്ഷൻ 40 അതെടുത്ത് കളയുന്നതിലൂടെ ഏത് പ്രോപ്പർട്ടിയും വഖഫ് പ്രോപ്പർട്ടി ആക്കാം എന്നുള്ള കാര്യം മാറുന്നു. ട്രൈബ്യൂണലിൽ മാത്രമല്ല അതിന് മുകളിലേക്കും ചോദ്യം ചെയ്യപ്പെടാം എന്ന കാര്യം വരുന്നു. മൂന്നാമത്തേത് ഇതാണ്, ഈ വഖഫ് ബോർഡിന്റെ തോന്നിയ പോലെയുള്ള കാര്യങ്ങൾ നടക്കില്ല, അതിന്റെ ഒരു അഡ്മിനിസ്ട്രേഷനിൽ ഒരു സുതാര്യത വരുന്നു, ആ ഘടനയിൽ ഒരു മാറ്റം വരുന്നു. ഈ കാര്യങ്ങൾ ഇതാണ് വരുന്നത്. ഇത് വഖഫ് പരിപാലന നിയമമാണല്ലോ. അത് എന്തുകൊണ്ട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റത്തില്ല? പരിപാലന നിയമമാണ്. അതിൽ ഒരുപാട് മുസ്ലിങ്ങൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ വഖഫ് ബോർഡിന് മുന്നിൽ ഇപ്പോൾ കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട്. അവർക്കും പരിഹാരം കിട്ടും. അല്ല,